രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. കോഷ്പദീകൃതമാരാശിം വശകീകൃതരാക്ഷസം രാമായണ മഹാമാല രത്നം വന്ദേ നിലാത്മജം. ഉല്ലംഘ്യ സിന്ധോ സലിലം സലീലം യശോകവന്യം ജനകാത്മജായ ആദായ തേനൈവ ദദാഹ ലങ്കാം നമാമി തം പ്രാഞ്ജലാഞ്ജനേയം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീരാമദൂതം ശിരസാ നമാമി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യ. ഈ എഴുത്തച്ഛൻ്റെ സുന്ദരകാന്ഡത്തിൻ്റെ ബ്യൂട്ടി മുഴുവനും ഈ കളകാഞ്ചി വൃത്തത്തിലാണ്. ലവണജലനിധിശതകയോജന വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജപരിവൃഢചരണനളിനയുഗളം മുതാ മനസ്സേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം. കപിവരരുടെ അമിതബലസഹിതമുര ചെയ്തിതു കണ്ടുകൊള്ളുവൻ നിങ്ങൾ എങ്കിലെല്ലാവരും. മമ ജനകസദൃശനഹമതി ചപലമമ്പരേ മാനേന പോകുന്നിതാശരേശാലേ. ഓ, എന്താ പ്രയോഗം! മമ ജനകസദൃശൻ, അരാജനകൻ വായു, വായുവേഗത്തിൽ. അഹം അതിചപലമമ്പരേ മാനേന പോകുന്നിതാശരേശാലേ. അജതനേതനേശരസമധിക സാഹസാലദ്യൈവ പശ്യാമി രാമഭഗ്നീമഹം. അജതനയൻ ദശരഥൻ, പിന്നെ തനയൻ അപ്പോൾ രാമൻ, ദശരഥി. ശരം അപ്പോൾ രാമബാണം, രാമബാണത്തെ പോലെയാണ് പോണത് എന്ന് പറയാനാണ്. അജതനയതനേശരസമം അധിക സാഹസാലദ്യൈവ പശ്യാമി രാമഭഗ്നീമഹം. 100 യോജന വിസ്താരമുള്ള കടലാണ് കടന്ന് ലങ്കയിലെത്താനായി ആഞ്ജനേയ സ്വാമി രാമനത്തിന് ആ ഭാവം എന്താണെന്നറിയോ? നമ്മളിപ്പോൾ ശബരിയെ കണ്ടില്ലേ മുമ്പ്? ഒരു പ്രത്യേക ഭക്തിയാണത്. ഇവിടെ മറ്റൊരു ഭക്തിയാണ്. ഇനി വരാൻ പോണ വിഭീഷണൻ്റെ ശരണാഗതിയും ഭക്തിയും അത് വേറെ. ഓരോന്നും പ്രത്യേകിച്ച് കാണണം. എല്ലാം ഭക്തിയാണെങ്കിലും ഇവിടെ ആഞ്ജനേയ സ്വാമിക്ക് ഞാൻ എന്ന ഭാവമില്ല, രാമനേ ഉള്ളൂ. രാമന് വേണ്ടി മാത്രമാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. എൻ്റെ ശ്വാസോച്ഛ്വാസം പോലും രാമന് വേണ്ടിയാണ്. രാമനെ കണ്ട നിമിഷം മുതൽ അതല്ലാതെ മറ്റൊരു ചിന്തയില്ല. രാമകാര്യത്തിന് പുറപ്പെടുത്തും. അപ്പോൾ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം രാമനാണ്. ഞാൻ മുഴുവൻ ബേഡനും രാമനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. പിന്നെ ഞാൻ ഫ്രീയാണ്. രാമൻ നോക്കിക്കൊള്ളും. ആ ഭാവമുണ്ടല്ലോ. അങ്ങനെ ഒരു ഭക്തന് അങ്ങനൊരു ഭാവം വന്നാൽ തീർന്നു, എല്ലാമായി. പിന്നെ ഒന്നും വേണ്ട. ഇവിടെ 3 തടസ്സങ്ങളാണ് യാത്രയിൽ. ചുരുക്കി പറയാം. ആ കളകാഞ്ചി വൃത്തം കുറച്ച് വരി വായിച്ചു, അത്രയേ ഉള്ളൂ. സുരസയുടെ പ്രതിരോധമാണ് ആദ്യം. മറ്റൊരു ചിന്തയുമില്ലാതെ ഏകാഗ്രനിഷ്ഠയോടുകൂടി ലക്ഷ്യസ്ഥാനം മാത്രം മനസ്സവിടെ കൊളുത്തിയിട്ടിരിക്കുകയാണ്. ബദ്ധശ്രദ്ധനായിട്ട് ആ ആകാശഗമനം ചെയ്യുന്ന ആ വായുപുത്രൻ ആഞ്ജനേയൻ്റെ മുമ്പിൽ ഭീമാകാര രൂപിണിയായിട്ടാണ് ഒരു സ്ത്രീ സത്വം പ്രത്യക്ഷപ്പെട്ടത്. അവനെ വിഴുങ്ങാൻ ഭാവിച്ചുകൊണ്ട്, ആക്രോശിച്ചുകൊണ്ട്, നീ ആര്? നിൽക്കവിടെ, ഈ നഭസിൻ്റെ നാഥയാണ് ഞാൻ. എൻ്റെ അനുവാദം കൂടാതെ ആരും തന്നെ ഈ ആകാശവീഥിയിൽ കൂടി പോകാൻ പാടില്ല. അങ്ങനെ പോകുന്നവർ തൽക്ഷണം തന്നെ എൻ്റെ ഭക്ഷണമാവും. അതാണ് പതിവ്. ഹനുമാൻ ഒരു കുസവുമില്ല. ഞാൻ രാമകാര്യമായി പോകുന്ന ദാസനാണ്, രാമദാസനാണ്, എന്നെ തടുക്കരുത്. രാമനായാലും കാമനായാലും എനിക്കത് നോക്കിയിട്ട് കാര്യമില്ല. ആരിങ്ങനെ ഇതിലേക്ക് കടന്നു പോകുന്നുവോ അവരെൻ്റെ ഭക്ഷണമാണ്. അത് ബ്രഹ്മദേവൻ തന്നെ എനിക്ക് കൽപ്പിച്ചു വന്നിട്ടുള്ളതാണ്.
പിന്നെയും ഹനുമാൻ ഒന്നേ പറയാനുള്ളൂ, ഞാൻ സ്വാമിയുടെ കാര്യം സാധിച്ചു വന്നതിന് ശേഷം നിൻ്റെ ഭക്ഷണമായി തരാം, അതിന് കുഴപ്പമില്ല. അതുവരെ തടയരുത്, അതുവരെ ക്ഷമിച്ചേ പറ്റൂ. ഞാൻ ഒരിക്കലും സത്യലംഘനം ചെയ്യില്ല, പറഞ്ഞാൽ പറഞ്ഞതാണ്. എനിക്ക് വഴിമാറി തരൂ. ഒരു മർക്കടൻ്റെ വാക്കുകൾക്ക് എന്ത് വില? ഞാനത് വിശ്വസിക്കുന്നില്ല. ഞാൻ ആരാണെന്നറിയാമോ? നാഗമാതാവാണ് ഞാൻ, കദ്രുവിൻ്റെ മകൾ സുരസയാണ് ഞാൻ. ഇവിടെയൊക്കെ പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു സാധാരണ പറയുന്ന ടെസ്റ്റ് എന്ന മട്ടിൽ എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവില്ല. ഈ പരീക്ഷണങ്ങൾ ഉള്ള ബലങ്ങൾ അളന്നു നോക്കാൻ മാത്രമല്ല, മനസ്സിലായോ? പരീക്ഷയുടെ തത്വം മനഃശാസ്ത്രം മനസ്സിലാക്കണം. സാധ്യതകളെ സിദ്ധപദവിയിലേക്ക് നയിക്കുന്നതായിരിക്കണം പരീക്ഷകൾ, മനസ്സിലായോ? വെറുതെ ടെസ്റ്റ് ചെയ്യലല്ല. പ്രയോഗിക്കപ്പെടുന്നവർ ഒരു ജ്ഞാനവും ഒരു ആന്തരികശക്തിയും അതിൻ്റെ സാധ്യതകളുടെ പരമാവധി അടയാളപ്പെടുത്തില്ല, അതിൻ്റെ ഓപ്റ്റിമം. അതുകൊണ്ടാണ് മത്സര പരീക്ഷകളൊക്കെ ആ അതിരിൽ ചെന്ന് മാത്രം അവസാനിക്കുന്നത്. അന്തഃശക്തിയുടെ അവസാനത്തെ ബിന്ദുവും വെളിവാക്കാൻ നിർബന്ധിക്കുന്നതാണ് പരീക്ഷകൾ. താപത്രയം എങ്ങനെ അതിക്രമിക്കാം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതേ പിന്നെ കയർത്തിടും വേളയിലാണ് ലോകം കരുത്തു കാട്ടുന്നത് മിക്കവാറും. ആവശ്യം കണ്ടുപിടുത്തങ്ങളുടെ അമ്മയാണ്. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻസ്. ഇതൊക്കെ ഒരേ ആശയമാണ്. കയർത്തിടും വേളയിലാണ് ലോകം കരുത്തു കാട്ടുന്നത് മിക്കവാറും. തടസ്സങ്ങൾ വരണം, അപ്പോഴേ കരുത്ത് കാണൂ എന്താണെന്നുള്ളത്. ഇതാണ് മഹാഭാരതത്തിലും ധാരാളം കഥകൾ കാണാം. പാണ്ഡവരെ കൂടുതൽ എന്താ പറയുക, അവരുടെ സാധ്യതകൾ ആവിഷ്കൃതമാക്കാനുള്ള തടസ്സങ്ങൾ ദേവന്മാരും ഭഗവാനും ഒക്കെ വരുത്തുന്നത്. ഈ തടസ്സം നിന്നവരുടെ അനുഗ്രഹാശീസ്സുകളോടും പ്രാർത്ഥനയോടും കൂടിയാണ് ആഞ്ജനേയൻ പിന്നെ പോകുന്നത്, മനസ്സിലായോ? പരീക്ഷകളിൽ നിന്നും അശേഷം തളരാത്ത ആളാണ് ഈ രാമദൂതൻ, ഈ ഉത്തമഭക്തൻ. ജീവിത സാഫല്യമാണ് ആയിട്ടാണ് കാണുന്നത്. ഒറ്റ ചിന്തയേ ഉള്ളൂ, ഒറ്റ പശ്ചാത്തലമേ ഉള്ളൂ ഇപ്പോൾ പിന്നെ ഹനുമാന്. ഞാൻ ഇന്നാണ് പോകുന്നത്, ഇന്നലെ ഒരു ദിവസം കളഞ്ഞു പോയല്ലോ, ഇന്നലെ ആവണമായിരുന്നു, അത്ര പോലും സമയം കളയാൻ പാടില്ലായിരുന്നു എന്നുള്ള മട്ടാണ്. പിന്നെ വിട്ടില്ല ഈ തർക്കത്തിൽ ഹനുമാൻ. ഏത് സുരസ? അരുണദേവൻ്റെ ഭക്തി സുരസ. കഷ്ടം. രാമദേവൻ്റെ കാര്യത്ത് പോകുന്ന രാമദാസനെയാണോ നീ വിഴുങ്ങാൻ പോകുന്നത്? നിനക്കറിയുമോ ആരാണ് രാമേന്ദ്രനെന്ന്? പുത്രന്മാരായ സമ്പാദിക്കും ജടായുവിനും ഭഗവാൻ രാമേന്ദ്രൻ സായുജ്യബോധമാണ് നൽകിയത്, മനസ്സിലായോ? ആ വിധം എത്ര പേരെ അനുഗ്രഹിച്ച് എൻ്റെ സ്വാമി. അപ്പൊക്കെ അവർ സമ്മതിക്കുന്നില്ല. നീ പറയണത് നിൻ്റെ കാര്യം, എനിക്ക് എൻ്റെ കാര്യം, എനിക്ക് വിശപ്പാണ്, വിശപ്പ് വന്നാൽ മക്കളെയും മറക്കും. അപ്പോഴാണ് ഹനുമാൻ എന്തു പറഞ്ഞിട്ടും ആ പാപനാശന രൂപിണി അനുസരിക്കുന്നില്ല. അവളുടെ പൊടുവിൽ അവളുടെ വായിൽ ഭക്ഷണമായി വീഴാമെന്ന് മാരുതി സമ്മതിച്ചു. അപ്പോൾ അവൾ വായ വക്രം വിടർത്തി ഹനുമാനും വലുതാക്കി. എത്ര വലുതാക്കണോ അത്ര വലുതാക്കി. അവസാനം ഹനുമാൻ ഒരു ചെറിയ രൂപം എടുത്തിട്ട് പെട്ടെന്ന് തഞ്ചത്തിൽ കൃശമാക്കി അവളുടെ വായിൽ ചാടി വീണു. നിമിഷം കൊണ്ട് പുറത്തേക്ക് കടന്നു. ഇതാണ് ഓരോ സന്ദർഭത്തിൽ ഓരോ ടെക്നിക്ക് ഉപയോഗിക്കണം എന്ന് പറഞ്ഞതാണ്. അപ്പം പിന്നെ അമ്മയായി അവർ. അമ്മേ ദേവി എൻ്റെ മാതാവായി കഴിഞ്ഞിരിക്കുന്നു അങ്ങന്ന്. അവിടുന്ന് അരുമ സന്താനത്തെ അനുഗ്രഹിച്ച് യാത്രയാക്കൂ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അമ്മേന്ന് വിളിച്ചാൽ തന്നെ തീർന്നില്ലേ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? സുരസ തൻ്റെ ആ ഭീകര ആകൃതി ഉപേക്ഷിച്ച് സ്വരൂപം സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ധർമ്മപ്രവർത്തകനായ ആഞ്ജനേയ, ദേവകളുടെ ആവശ്യപ്രകാരം രാമകാര്യാർത്ഥം ഗമിക്കുന്ന നിൻ്റെ സാമർഥ്യവും ബലവും ഒക്കെ ഒന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ ഒരു ഘോരാകൃതി സ്വീകരിച്ചു വന്നത്. ഞാൻ ദുഷ്ടയല്ല, കശ്യപൻ്റെ പുത്രിയാണ് ഞാൻ, വാസുകിയുടെ കനിഷ്ഠ സഹോദരിയാണ് ഞാൻ. ഇപ്പോൾ എൻ്റെ പുത്രന്മാർക്ക് രാമഭദ്രൻ സായുജ്യബോധം നൽകി അനുഗ്രഹിച്ച കഥയും കേട്ട് ആനന്ദിക്കാൻ എനിക്ക് സംഗതി വന്നു. ശിവസംഭൂതനായ നിന്നെ കാണാനും നിൻ്റെ മാതൃത്വം വഹിക്കാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. നീ പോയി സർവ്വ വിജയങ്ങളും വരിച്ചു വരൂ. നിൻ്റെ വൈദഗ്ധ്യം, വൈശിഷ്ട്യം, നിൻ്റെ വിശേഷങ്ങൾ
ഞാനിപ്പോൾ തന്നെ പോയി ദേവന്മാരെ അറിയിക്കുന്നതാണ്. അങ്ങനെ കദ്രുവന്തിനി നാഗമാതാവ് ആഞ്ജനേയസ്വാമിയെ അനുഗ്രഹിച്ച് പെട്ടെന്ന് തന്നെ ദേവലോകത്തേക്ക് പോയി. അതാണ് ഒന്ന്. പിന്നെയാണ് സിംഹികാവധം. പിന്നെ അതിശീഘ്രം ആകാശമുറി പോകുമ്പോഴാണ് കുറച്ച് ദൂരം ചെന്നപ്പോൾ തന്നെ ആരോ താഴോട്ട് പിടിച്ച് വലിക്കുന്നുണ്ട് എന്ന് തോന്നി ഒരുപാട്. അപ്പോൾ ആഞ്ജനേയസ്വാമി കീഴോട്ട് നോക്കി. അപ്പം എന്താ, അഗാധതയിൽ നിന്ന് അധിവസിക്കുന്ന സിംഹിക ഛായാഗ്രഹണിയായ ജലരാക്ഷസി കണ്ടു. അവൾ ഭക്ഷണത്തിന് തൻ്റെ നിഴൽ പിടിച്ചു നിർത്തിയതാണ് ഗതിക്ക് വിഘ്നം വന്നത് എന്ന് മനസ്സിലാക്കി. ഹനുമാൻ കാലുയർത്തി ആ സമുദ്രരാക്ഷസിയുടെ നെഞ്ചിനിട്ടൊരു ചവിട്ട് കഴിഞ്ഞു. അതോടുകൂടി ചത്തുമലച്ചു, അടിത്തട്ടിൽ പതിച്ചു. അപ്പോൾ ആയില്ലേ. ഇനിയാണ് മൈനാകത്തിൻ്റെ വരവ്. അതിപ്പോൾ ഞാൻ സീക്വൻസ് പറഞ്ഞാൽ ശരിയായിരിക്കില്ല, വായിക്കുമ്പോഴേ വരുള്ളൂ. മൈനാകത്തിൻ്റെ കഥ പറയുമ്പോൾ മൈനാകം ക്ഷണിക്കുകയാണ്. സമുദ്രത്തിൽ ഒളിച്ചിരിക്കുന്ന ആളാണ് ഈ മൈനാകം. ഇത് പറയുമ്പോൾ മറ്റൊരു കഥ ഓർമ്മ വരും. ചിത്രശാല എന്നൊരു കൃതിയുണ്ട് ഉള്ളൂരിൻ്റെ. അതിൽ ഭാരതത്തിലെ സ്ത്രീകളെക്കുറിച്ചൊരു മദാമ്മ പറഞ്ഞു, ഇവർക്ക് പ്രസവിക്കലും അടുക്കളപ്പണിയും ഒക്കെ മാത്രമേ ഉള്ളൂ. അതിന് മറുപടിയായിട്ട് എഴുതിയാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും പഴയ കാലത്തെ. ഭാരതക്ഷമേ നിന്റെ പെൺമക്കൾ അടുക്കളക്കാരികൾ, വീടാം കൂട്ടിൽ കുടുങ്ങും തത്തമ്മകൾ, നരന്നു ഗർഭാധാനപാത്രങ്ങളാ ജന്മാന്തം പരതന്ത്രകൾ, പശുപ്രായകൾ അബലകൾ, ആടയും പണ്ടങ്ങളും കൊണ്ടു മെയ്യാകെ കൂടി മൂടിന യന്ത്രക്കളിപ്പാവകൾ, വരാകികൾ. ഇതൊന്നും അല്ല അവസ്ഥ. വാസ്തവത്തിൽ കുടുംബത്തിലെ ഭഗവതിയാണ് വീട്ടമ്മ എന്ന് തെളിയിക്കാനാണ്. അപ്പോൾ പുരുഷൻ്റെയും സ്ത്രീയുടെയും ഒരു ലിസ്റ്റ് 6-7 പേരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ ആദ്യം പറയുന്നത് പാർവതിയും മൈനാകത്തെയാണോ. മാമലകൾക്കരജൻ്റെ മക്കളിവരിരുവരൂമി മഹിളാമണി ഗൗരി ഏട്ടൻ മൈനാകം. നതോന്നത വൃത്തമാണ്, എനിക്ക് ചൊല്ലാനാവില്ല. മാമലകൾക്കരജൻ്റെ മക്കളിവരിരുവരും, ആര്? പാർവതിയും മൈനാകവും. ഈ മഹിളാമണി ഗൗരി ഏട്ടൻ മൈനാകം. മൈനാകം ഭീരുവാണ്. അതുകൊണ്ടാണ് ചിറകരി എന്ന് പറഞ്ഞപ്പോൾ സമുദ്രത്തിൽ പോയി ഒളിച്ചത്. പിന്നെ സീതയും നരകാസുരനും. പാതിവൃത്യത്തിടം എന്നു പാരിടത്തിൽ പ്രതീതയാം സീത ഇവൾ നരകാഖ്യദാനവനവൻ. ആർക്കാ കേമത്തം? സീതക്കല്ലേ. പിന്നെ കംസനും ദേവകിയും. ഓർത്തു നോക്കൂ, ആരാണ് മീത നിൽക്കണത്? ഞങ്ങളല്ലേ പറയുന്നത് സ്ത്രീകൾ ഇവിടെ അടിമകളാണ്, ബോണ്ടഡ് ലേബറേഴ്സ് ആണെന്നാണോ? രുക്മിണിയും രുക്മിയും. ആർക്കാ ശ്രേഷ്ഠ്യം കൂടുതൽ? അങ്ങനെ ഒരു ലിസ്റ്റ് എടുക്കുക, കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഗാന്ധാരിയും ശകുനിയും എങ്ങനെ ഇരിക്കണു? പിന്നെ ഉത്തര ദേവി, ദൃഷ്ടദ്യുമ്നൻ ദ്രൗപദി എങ്ങനെ ഇരിക്കും? ദ്രൗപദി ഇവിടെ കിടക്കണു, ദൃഷ്ടദ്യുമ്നേക്കാളും ഒരിഞ്ച് മീതയല്ലേ. ഭാരതപ്പോർ ജയിച്ചതു ഫൽഗുനന്റെ ധനുസ്സല്ല, മാരുതീതൻ മർമ്മഭിത്താം ഗതയുമല്ല, ഗൗരിയുടെ ചക്രമല്ല, സാധ്വികൾക്കു മുടിപ്പൂൺപാം കാറുളിവാർ കുഴലീതൻ കൈശിക ഖഡ്ഗം. പിടികിട്ടിയോ? കൈക്കുകേറിപ്പിടിക്കുന്ന കാമുകനെ ദഹിപ്പിക്കാൻ ദൃക്കിൽ നിന്നു തെറിക്കുന്ന തീപ്പൊരി പോരും. ഓർമ്മയില്ലേ കഥ? കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. മൈനാകത്തിൻ്റെ കഥ ഇവിടെ വരുന്നുണ്ട്. പവനസുതനഥ ഗഗനപതി ഗരുഡ തുല്യനായി പാഞ്ഞു പാരാവാരമീതേ ഗമിക്കുമ്പോൾ, ജലനിധിയും അജലവരനോട് ചൊല്ലിയിടിനാൻ, ചെന്നു നീ സൽക്കരിക്കേണം കപീന്ദ്രനെ, സകര നരപതി തനേരെന്നെ വളർക്കയാൽ സാഗരമെന്നു ചൊല്ലുന്നിതെല്ലാവരും. അപ്പോൾ മൈനാകവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിയിടിനാൻ, ഹിമശിഖരി തനേനഹം അറിക കപിവീര നീ, എന്മേലിരുന്നു തളർച്ചയും തീർക്കടോ.
ഹനുമാനുണ്ടോ ഇതൊക്കെ കേൾക്കാൻ പോണ്, ക്ഷണം സ്വീകരിക്കാൻ പോണ്? പ്രലോഭനങ്ങൾ എത്ര വന്നാലും അദ്ദേഹം തളരില്ല. അതിലൊന്നും പെട്ടുപോവില്ല ഒരു തടസ്സങ്ങളും. സലിലനിധി സരഭസമയക്കയാൽ വന്നു ഞാൻ സാധവും ദാഹവും തീർത്തുപോയി കൊൾകൊടോ. ബന്ധുസൽക്കാരം പരിഗ്രഹിച്ചേനഹം പവനസുതൻ ഇവയുമുര ചെയ്തു തൻ കൈകളാൽ പർവ്വതാധീശ്വരനെ തലോടിയിടിനാൻ. നിരസിച്ചില്ല, തൊട്ട് തലോടിപ്പോയി. എന്ത് ഗംഭീരമായിട്ടുണ്ടാക്കുക. അങ്ങനെയുള്ള യാത്ര വിസ്തരിക്കുകയാണ്. ദശവദനപുരിയിൽ വിരവോടു പോയിടുവാൻ ദക്ഷിണതയ്ക്കു നോക്കി കുതിച്ചിടിനാൻ. ചരമഗിരിശിരസ് രവിയും പ്രവേശിച്ചിതു ചാരുലങ്കാഗോപുരാഗ്രേ കപീന്ദ്രനും. പിന്നെ ആ ഛായാഗ്രഹിണി ഞാൻ സൂചിപ്പിച്ചല്ലോ, സിംഹിക. വളരെ ആഴമുള്ള ഭാഗത്താണ് അവർ വസിക്കുന്നത്. സമുദ്രത്തിന് മുകളിൽ കൂടി പോകുന്ന ഹനുമാന്റെ നിഴൽ പെട്ടെന്ന് പിടിച്ചു നിർത്തി. തൻ്റെ ഗതി ആരാണ് മുടക്കുന്നതെന്ന് ഹനുമാൻ താഴോട്ട് നോക്കിയപ്പോൾ ഭയങ്കരി ആയിട്ടുള്ള സിംഹയെ കണ്ടു. രാക്ഷസി. അവളെ തൊഴിച്ചിട്ട് കൊന്നു. തെക്കേ ദിക്ക് ലക്ഷ്യമാക്കി കുതിച്ചു. സൂര്യനും ലങ്കാഗോപുരത്തിൻ്റെ മുകളിൽ ഹനുമാനും ഒരേ സമയത്ത് എത്തിയെന്ന് പറഞ്ഞാൽ ശരിയായല്ലോ. അവിടെ ലങ്കാലക്ഷ്മി മോക്ഷമാണ് അടുത്തത്, എത്തിയ ഉടനെ. പ്രകൃത്യാ തന്നെ ചപല സ്വഭാവിയാണ് വാസ്തവത്തിൽ ഹനുമാൻ. പക്ഷേ വളരെ വേഗത്തിൽ ആ വലിയ കോട്ട കടന്നു. ശരീരം മറച്ച് സീതാദേവിയുടെ തൃപ്പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് അഞ്ജനാപുത്രനായ ഹനുമാൻ ഭയമില്ലാതെ ശരീരം കടുകുപോലെ ചെറുതാക്കി ഇടത്ത് കാൽ വെച്ച് അങ്കയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ രാക്ഷസിയുടെ രൂപത്തിൽ ഉറക്കെ അലറിക്കൊണ്ടുവരുന്ന ലങ്കാലക്ഷ്മിയെ കണ്ടു. അപ്പോൾ ലങ്കാലക്ഷ്മി ചോദിക്കണു, നീ ഇവിടെ ഒറ്റയ്ക്ക് വരാൻ എന്താ കാരണം? നീ കള്ളനാണോ? എന്താണ് നിൻ്റെ ആഗ്രഹം? അസുരന്മാർ, ദേവന്മാർ, മനുഷ്യർ, മറ്റാരും ഒരു ജീവിക്കും ഞാനറിയാതെ ഇതിനകത്ത് കിടക്കാനാവില്ല. ഹനുമാനെ കയറി അവളൊരടി കൊടുത്തു. അതാണ്. ഹനുമാൻ കോപത്തോടെ ഇടത്ത് കൈ മുഷ്ടിയോണ്ട് അവളെയും പ്രഹരിച്ചു. അടിയേറ്റ ലങ്കാലക്ഷ്മി ചോര ഛർദ്ദിച്ച് നിലത്ത് വീണു. അതാണ് കഥ. പിന്നെയാണ് അവളുടെ കഥ പറയുന്നത്. എഴുന്നേറ്റ ലങ്കാലക്ഷ്മി പറയും, നിന്റെ കയ്യൂക്ക് എനിക്ക് ബോധ്യമായി. ഇത് ദൈവകൽപ്പിതമാണ്. വളരെ പണ്ട് തന്നെ ബ്രഹ്മദേവൻ എന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. സകല ലോകനാഥൻ, സനാതനൻ, ലക്ഷ്മീകാന്തനായ സാക്ഷാൽ മഹാവിഷ്ണു ത്രേതായുഗത്തിൽ ദാശരഥിയായിട്ട് ധർമ്മത്തെയും ദേവന്മാരെയൊക്കെ രക്ഷിക്കുന്നതിന് വേണ്ടി അവതരിക്കും. വനത്തിൽ വെച്ച് ഇതൊക്കെ സംഭവിക്കും. അങ്ങനെ സുഗ്രീവനുമായി സഖ്യം ചെയ്യും. സുഗ്രീവാജ്ഞ അനുസരിച്ച് സീതാന്വേഷണത്തിന് വാനരന്മാർ വരും. അവരുടെ നേതാവായ വാനരൻ ഹനുമാൻ നിൻ്റെ അടുത്തെത്തും. നീ അവനുമായി ഏറ്റുമുട്ടുന്നതിനിടയിൽ ആ വാനരൻ്റെ അടിയേറ്റ് ആ രാമദൂതന് ലങ്കയിൽ പ്രവേശിക്കാൻ അനുവാദം നൽകണം. ഒരു ദിവസം ഒരു വാനരൻ്റെ കൈകൊണ്ട് നിനക്ക് അടി കിട്ടിയാൽ നീ മടങ്ങിപ്പോരുക എന്നാണ് ബ്രഹ്മദേവൻ പറഞ്ഞത്. ഏതാണ്ടൊരു ശാപമോക്ഷം തന്നെ. വളരെ കാലമായി ഞാൻ ആ വാനരനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇനി ശ്രീരാമൻ്റെ കാര്യം നിറവേറ്റാനായി പോയിക്കൊള്ളൂ. നീ ലങ്കാപുരിയെ ജയിച്ചടക്കിയിരിക്കുന്നു. ഉള്ളിൽ കടന്നില്ലേ, അത് തന്നെ വലിയ കാര്യമാണ്. രാവണൻ്റെ മരണസമയം അടുത്തിരിക്കുന്നു, എനിക്കറിയാം. അതുകൊണ്ട് നിനക്ക് ഭാഗ്യമുണ്ടാകട്ടെ. ഉടനെ ചെന്ന് സീതാദേവിയെ കാണുക. വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു. ശംശവൃക്ഷത്തിൻ്റെ ചോട്ടിൽ രാക്ഷസികളുടെ മധ്യത്തിലാണ് ഇരിക്കുന്നത്. ഉടൽ കടുകിനോട് സമമിടത്തുകാൽ മുൻപിൽ വെച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരേ കഠിനതരമലറിയൊരു രജനിചരിവേഷമായി കാണായിതാശു ലങ്കാശ്രീയും തഥാ. ഇവിടെ വരുവതിനു പറകെന്തു മൂലം ഭവാൻ ഏകനായി ചോരനോ ചൊല്ലു നിൻ വാഞ്ചിതം. അസുരസുരനര പശുമൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാനറിയാതെ. കണ്ടേനിടോ തവ ബാഹുബലം സഖേ വിധിവിഹിതമിതു മമ പുരൈവധാതാവുതാൻ. വീരാ പറഞ്ഞിതെന്നോടിത് മുന്നമേ. ഞാനിപ്പോൾ പറഞ്ഞല്ലോ കാര്യം, അതിൻ്റെ വരികൾ വായിക്കുന്നു മാത്രം. സകല ദിശി കപികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരുമേകന്തവാന്തികേ. കലഹം അവനോട് ചെടുതി തുടരുമുളവെത്രയും കാതരയായി വരും നീ എന്നു നിർണയം.
ഒരു കപിയോടൊരു ദിവസം അടിച്ചെടുത്തി കൊള്ളിൽ നീ ഓടി വാങ്ങിക്കൊള്ളുക എന്നു വിരിഞ്ചനും. ഭഗവത് അനുചര ഭവതു ഭാഗ്യം ഭവാനിനി പാരാതെ ചെന്നു കണ്ടിടുക ദേവിയെ. ഇവിടെ ശിംശപാവൃക്ഷം, ശിംശപാനാമവൃക്ഷത്തിൻ ചുവട്ടിൽ അതിശുച. ആ ത്രികൂട പർവ്വതത്തിൽ ദേവലോക തുല്യമായിട്ടുള്ള സമുദ്രമധ്യത്തിൽ ലങ്കാ നഗരത്തെ വാൽമീകി രാമായണത്തിൽ വിസ്തരിക്കുന്നത് എന്ത് ഗംഭീരാണെന്നറിയോ?